ഇതാണ് നമ്മുടെ അഫ്ര പോർട്ടൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സൈൻ അപ്പ് നൗ ആണ് കൊടുക്കേണ്ടത്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, അഫ്ര രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായി തന്നെ ഗൂഗിൾ ഓതന്റിക്കേറ്റർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പുതിയ പോർട്ടൽ പ്രകാരം നമുക്കിതിൽ പാസ്പോർട്ട് അറ്റസ്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. പകരം ഗൂഗിൾ ഓതന്റിക്കേഷൻ വഴിയാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഫ്ര രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ ഓതന്റിക്കേറ്റർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്കിത് ലാപ്ടോപ്പിലാണെങ്കിലും ഫോണിലാണെങ്കിലും നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യാം. അഫ്ര പോർട്ടൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പ് വ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഫോൺ വഴിയാണെങ്കിലും ചെയ്യാം. ഞാൻ ഫോൺ വഴിയാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിലോട്ട് കടക്കുകയാണ്. സൈൻ അപ്പ് നൗ ആണ് കൊടുക്കേണ്ടത്. ഇതിൽ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ശേഷം ഐ എം നോട്ട് റോബോട്ട് എന്ന ക്യാപ്ചർ സെൻഡ് ചെയ്ത് സൈൻ അപ്പ് ചെയ്യുക. ഇത് നമ്മൾ സൈൻ അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലോട്ട് ഒരു ലിങ്ക് പോകുകയും ആ ലിങ്ക് വഴി പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. ഇതാണ് അഫ്ര പോർട്ടൽ. ഇതിൽ നമ്മൾ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ. അപ്പം ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രൊഫഷൻ ആർ യു അപ്ലൈയിങ് രജിസ്ട്രേഷൻ ഇൻ? പഴയ പോർട്ടൽ പ്രകാരം നമുക്ക് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുതിയ പോർട്ടൽ പ്രകാരം നമുക്ക് നഴ്സിംഗ് എന്നും മിഡ്വൈഫറി എന്നും നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നഴ്സിംഗ് മാത്രമാണെങ്കിൽ നഴ്സിംഗ് എന്ന ഓപ്ഷനും മിഡ്വൈഫറി മാത്രമാണെങ്കിൽ മിഡ്വൈഫറി എന്ന ഓപ്ഷനും നഴ്സിംഗ് പ്ലസ് മിഡ്വൈഫറി ആണെങ്കിൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന ഓപ്ഷനുമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ നഴ്സിംഗ് മാത്രമായതുകൊണ്ട് നഴ്സിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ എൻറോൾഡ് നേഴ്സാണോ രജിസ്റ്റേർഡ് നേഴ്സാണോ? നമുക്ക് ന്യൂസിലാൻഡിൽ നിന്ന് APC കിട്ടിയിരിക്കുന്നത് രജിസ്റ്റേർഡ് നേഴ്സ് ആയതുകൊണ്ട് നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഒരു ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ് ന്യൂസിലാൻഡിൽ നിന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, നമുക്കുണ്ട്. യെസ് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആർ യു അപ്ലൈയിങ് ഫോർ ട്രാൻസ് ടാസ്മാൻ മ്യൂച്വൽ റെക്കഗ്നേഷൻ? അതെ, നമ്മൾ APC കൺവേർട്ട് ചെയ്യുകയാണ്, അതുകൊണ്ട് യെസ് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ന്യൂസിലാൻഡ് ഡു യു ഹാവ് പ്രാക്ടീസിംഗ് രജിസ്ട്രേഷൻ ഇൻ ദ നഴ്സ് പ്രാക്ടീഷണർ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്? അതെ, നമുക്കൊരു രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ്, അതിൽ യെസ് കൊടുക്കുക. അതിനുശേഷം ഇൻ ഓസ്ട്രേലിയ ഓർ ന്യൂസിലാൻഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനറി ആക്ഷൻസിനെതിരെ വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ ഏത് രജിസ്ട്രേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്? എൻഡോഴ്സ്മെന്റ് വേണമെങ്കിൽ അപ്ലൈ കൊടുക്കാം. ജനറൽ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ജനറൽ രജിസ്ട്രേഷൻ ആസ് എ രജിസ്റ്റേർഡ് നഴ്സ് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊരു ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിൻ്റെ പ്രൈവസി, നാഷണൽ ബോർഡ് ഓഫ് അപ്ര പോർട്ടലിൻ്റെ പ്രൈവസിയെ കുറിച്ചൊക്കെയാണ് അവർ തന്നിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മിഡിൽ നെയിം ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ മിഡിൽ നെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സിംഗിൾ നെയിം മാത്രമാണെങ്കിൽ ഐ ഓൺലി ഹാവ് എ സിംഗിൾ നെയിം ക്ലിക്ക് ചെയ്യുക. ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ദ എബോവ് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡു യു ഫ്ലുവൻലി സ്പീക്ക് എനി ലാംഗ്വേജസ്? ഏതൊക്കെ ലാംഗ്വേജസ് ആണെന്ന് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ഓപ്ഷൻ, നിങ്ങൾ ഒരു അബോ ഒറിജിനൽ ടോറസ് ഐലൻഡർ ഒറിജിൻ ആണോ എന്നാണ്. അത് നമ്മൾ നോ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. പ്ലീസ് പ്രൊവൈഡ് യുവർ റെസിഡൻഷ്യൽ അഡ്രസ് ആണ്. അതിൽ നമ്മളുടെ ഇന്റർനാഷണൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ വരികയില്ല. അപ്പോൾ അതിനു മുമ്പായി തന്നെ ഐ കാൺ ഫൈൻഡ് മൈ അഡ്രസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇന്റർനാഷണൽ അഡ്രസ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അടുത്തൊരു ഓപ്ഷൻ, ആർ യു പ്രാക്ടീസിംഗ് ഇൻ ഓസ്ട്രേലിയ ഫോർ പ്രൊഫഷൻ യു ആർ അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ഇൻ? നമ്മൾ നഴ്സായിട്ടാണോ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? യെസ് കൊടുക്കുക. ഈസ് യുവർ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് പ്രാക്ടീസ്? അതിൽ മൈ റെസിഡൻഷ്യൽ അഡ്രസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത്, ഈസ് യുവർ മെയിലിംഗ് അഡ്രസ് മൈ റെസിഡൻഷ്യൽ അഡ്രസ് ആണോ മൈ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് പ്രാക്ടീസ് ആണോ? നിങ്ങൾക്ക് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് പ്രാക്ടീസിന് അഡ്രസ് ആണ് വെക്കണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് മാനുവലി ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മൈ റെസിഡൻഷ്യൽ അഡ്രസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് നമ്മുടെ കാൻഡിഡേറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻ അതർ ദാൻ ഓസ്ട്രേലിയ ഓർ ന്യൂസിലൻഡ് ആർ യു സബ്ജക്റ്റഡ് ടു എനി ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്? നോ. ഇതെല്ലാം കൃത്യമായി വായിച്ചതിന് ശേഷം യെസ് ഓർ നോ കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓൾ PI അറേഞ്ച്മെന്റ്സ് രജിസ്ട്രേഷൻ പീരീഡിൽ ഫോളോ ചെയ്യുമോ എന്നുള്ളതാണ്. യെസ് ക്ലിക്ക് ചെയ്യുക.
നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആയാൽ നിങ്ങൾ CDNA അല്ലെങ്കിൽ എക്സ്പോഷർ പ്രോൺ പ്രൊസീജിയറിൽ പ്രാക്ടീസ് ചെയ്യുമോ? യെസ് ഓർ നോ കൊടുക്കുക. നിങ്ങൾ CDNA ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുമോ? യെസ് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഡു യു വാണ്ട് ടു അതറൈസ് എനി അതർ പേഴ്സൺ? നിങ്ങൾക്ക് ആരെങ്കിലും അതറൈസ് ചെയ്യണമെങ്കിൽ യെസ് കൊടുത്ത് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. വേണ്ട എങ്കിൽ നോ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. കൃത്യമായി വായിച്ചതിന് ശേഷം ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഓപ്ഷനും ഡിക്ലെയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ആപ്ലിക്കേഷനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ 503 ഓസ്ട്രേലിയൻ ഡോളർ ആണ് കാണിക്കുന്നത്. നമുക്ക് ആ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ ID എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് മെയിൽ ID ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പോർട്ടലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രോഗ്രസ് അസസ് ചെയ്യാവുന്നതാണ്. അവിടെ വ്യൂ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണോ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വെബ്സൈറ്റ് വഴി കാണാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് വഴി അറിയിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.